അവരുമായി 13 നൂറ്റാണ്ട് കാലം വലിയ ശത്രുതയും എന്നും ഇല്ലാതെ പൊരുത്തപ്പെട്ടു വരികയായിരുന്നു മുസ്ലിം ലോകം. ശത്രുതയില്ല, പക്ഷേ വിഭാഗീയത ഉണ്ട്. എപ്പോഴെല്ലാം അഹ്ലു സുന്നയിലേക്ക് അവർ കയറി അവരുടെ വിഭാഗത്തെ പരിപോഷിപ്പിക്കാനും വളർത്താനും ശ്രമിച്ചുവോ അപ്പോൾ മാത്രമാണ് ഭരണാധികാരികൾ അവരുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത്. അങ്ങനെ ഉസ്മാനികൾ ഇടപെട്ട ചരിത്രം കാണാൻ കഴിയും. മറ്റുള്ള ഭരണാധികാരികൾ ചിലരും അങ്ങനെ അവർ മുസ്ലിം ലോകത്ത് സുന്നി ലോകത്ത് കയറി സുന്നികളുടെ അഖീദ അവരുടെ വികലമായ വീക്ഷണങ്ങളും അഖീദയും ഫിഖ്ഹും സുന്നി മുസ്ലിം ലോകത്ത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ നമ്മുടെ പണ്ഡിതന്മാരും ഭരണാധികാരികളും ഇടപെട്ടുകയും അവരെ ഒതുക്കുകയും ചെയ്ത ചരിത്രങ്ങൾ കാണാൻ കഴിയും. അതേ സമയത്ത് പരിധി വിട്ട ഒരു ശത്രുതയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇന്ന് കാണുന്ന വിധത്തിലുള്ള ഒരു ശത്രുതയും ഒരു പ്രൊപ്പഗണ്ടയും പ്രചാരണങ്ങളും ആക്ഷേപിക്കലും എപ്പോൾ വന്നത് അതിന് അടിസ്ഥാന കാരണം 1979 1979 വരെയും ഇവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് നിലകൊണ്ടത്. ഇവരെല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും, അതായത് 932 വഹാബിയത്ത് ഹിജാസിൽ കയറുകയും ഹിജാസും മാഹൗലും അവർ പിടിച്ചടക്കുകയും ചെയ്തു. 932 എന്നിട്ട് അവർ പരസ്പരം സഹകരിച്ചു. ഇവിടുത്തെ ഭരണാധികാരികൾ, സൗദി ഭരണാധികാരി അങ്ങോട്ട് പോയി, അവിടുത്തെ ഭരണാധികാരികൾ ഇങ്ങോട്ട് വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പോകലും അവർ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളും എല്ലാം വളരെ ശക്തവും ദൃഢവുമായിട്ട് 979 വരെ നിലനിന്നിട്ടുണ്ട്. അതിന് സൂര്യപ്രകാശം പോലെ കണ്ണുയർത്തി നോക്കുന്നവർക്ക് ചരിത്രം കാണാൻ കഴിയും. പിന്നെന്താ സംഭവിച്ചത്? പക്ഷെ അപ്പോൾ ഭരണാധികാരികൾ ആരായിരുന്നു? ഷിയാക്കൾ തന്നെ. പക്ഷെ ഭരണാധികാരികൾ അമേരിക്കൻ താല്പര്യത്തിനനുസരിച്ച് തുള്ളുന്ന ആളുകളായിരുന്നു 1979 വരെ. അപ്പൊ ഇവർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇന്ന് കാണുന്നത് പോലത്തെ പ്രൊപ്പഗണ്ടകൾ അടിച്ചു പരത്തുകയോ പ്രചരിപ്പിക്കുകയോ യുദ്ധം ചെയ്യുകയോ അവർക്കിടെ ഇറാനും സൗദിയും തമ്മിൽ യുദ്ധം ഉണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല. വളരെ സന്തോഷകരമായിട്ടാണ് ഇവർ തമ്മിൽ കഴിഞ്ഞു പോയിട്ടുള്ളത്. അത് നിങ്ങൾ ചരിത്രം പഠിക്കാത്തത് കൊണ്ടാണ്. ചില കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾ അതിന്മേൽ ദേഷ്യപ്പെടും. അവർ പറയുന്ന ആൾക്കത് പറയാനൊരവസരം കൊടുക്കൂല. എന്താണ് ആളുകൾ ദേഷ്യപ്പെടാനുള്ള കാരണം? ആളുകൾക്ക് ഇഷ്ടമുള്ള തന്നെ നമ്മൾ പറയണം, അത് നടക്കൂല. ഒരു പഠിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പഠിച്ച് പറയാണ്. ഇത് നിങ്ങൾ പഠിച്ചു നോക്കി. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമാണ്, സത്യമാണ്. നിങ്ങൾ 1000 കൊല്ലത്തിലേക്ക് പോണ്ട. നിങ്ങൾ 932 മംലക്കത്തുൽ അറബിയത്തു സഊദിയ എന്ന രാജ്യം ഉണ്ടാകുന്നത്. എന്ന ഒരു പൊളിറ്റിക്സിൽ, വഹാബി പൊളിറ്റിക്സിൽ ഹിജാസ് ഒരു പുതിയ രൂപത്തിലേക്ക് വരുന്നത് 932 കൂടിയാണ്. 924 ഹിജാസിൽ അല്ല അവർ അധികാരം നേടുന്നുണ്ടെങ്കിലും അവർ ഒരു ഭരണകൂടമായി പ്രഖ്യാപിച്ച് അവരുടെ ഒരു പേര് ഉണ്ടാക്കി, കൊടി ഉണ്ടായി, എല്ലാം ഉണ്ടായി, വൃത്തിയായി ഒരു രാഷ്ട്രമായി സംവിധാനിക്കപ്പെടുന്നത് 932 ഈ 932 മുതൽ 979 വരെയുള്ള കാലഘട്ടങ്ങളിൽ സൗദിയും ഇറാനും സഹോദരന്മാരും ആയിട്ടാണ് പോയത്. അത് ജ്യേഷ്ഠൻ അനുജൻ എന്ന ബന്ധമാണ്. അതായത് അവിടെ പിന്നെ ഇറാനിലെ ഭരണാധികാരികളുടെ വീട്ടിൽ ഒരു ചെറിയ സൽക്കാരം ഉണ്ടെങ്കിൽ ഒരു സൗദി രാജാക്കന്മാർ അവിടെ പോയി പങ്കെടുക്കും. ഇവിടെ എന്തെങ്കിലും സൽക്കാരം ഉണ്ടെങ്കിൽ അവർ ഇവിടെ ഒന്ന് പങ്കെടുക്കും. വളരെ വലിയ ബന്ധത്തിലാണ്. എണ്ണയുടെ രാജ്യങ്ങൾ, ഒപ്പയ്ക്ക് രാജ്യങ്ങൾ വന്നു പിൽക്കാലഘട്ടത്തിൽ. എന്തിനു ശേഷം എണ്ണ വന്നപ്പോൾ ഒപ്പയ്ക്ക് രാജ്യങ്ങളുടെ ഒരു ശൃംഖലയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അംഗമായി 2 പ്രധാനപ്പെട്ട അംഗങ്ങളാണ് ഒപ്പയ്ക്കിലുള്ളത്. ഒന്ന് ഇറാനും ഒന്ന് സൗദിയും. വളരെ വലിയ ബന്ധത്തിലായിരുന്നു ഇവരൊക്കെ തമ്മിലുണ്ടായിരുന്നത്. എന്തുകൊണ്ട്? ഇവർക്കിടയിൽ ഒരാളുണ്ട്. ആര്? അമേരിക്ക. വളരെ വലിയ സുഖത്തിനും ഇത് നിങ്ങൾ ആരും പഠിക്കൂല. ഒരാളൊരു കാര്യം പറഞ്ഞാൽ അങ്ങോട്ട് ചാടും. ആരും പഠിക്കൂല. ഇന്നീ പറയുന്ന ആളുകളൊക്കെ പമ്പര വെട്ടികളാണ്. അവരെ ചരിത്രം പഠിക്കണില്ല. അത് 1000 കൊല്ലത്തിനപ്പുറത്തേക്ക് നിങ്ങൾ പോകേണ്ട. നിങ്ങളുടെ കണ്ണിന്റെ മുന്നിലുള്ള ചരിത്രം പഠിച്ചാൽ മതി. ഇപ്പൊ 979 ജീവിച്ച എത്ര ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്? ഡേറ്റ് ഓഫ് ബർത്ത് എത്ര? 73 ആണെങ്കിൽ താങ്കൾ ജനിച്ചിട്ട് 6 കൊല്ലം വരെയും ഇവർ തമ്മിൽ സൗഹൃദത്തിൽ തന്നെയാണ് കഴിഞ്ഞു വന്നത്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാ? 94. നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, അതല്ലേ. മുസ്ലിം ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാ? ജനിച്ചെന്നെ 79. അതന്നെ. നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാ? നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. 86. നിങ്ങൾ ചിന്തിക്കണം.
ഇന്നെ ചീത്ത പറഞ്ഞാൽ നിങ്ങളെ ആഹ്റനാശമെന്നല്ലാതെ എന്താ കിട്ടുക? നിങ്ങൾ സത്യസന്ധമായി പഠിക്കണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്തും എവിടെ പേച്ചാൽ ഞാൻ തെറ്റുപറ്റി പോയതാന്ന് പറയും. നിങ്ങൾ സഹിക്കേ മതിയാവും. കാരണം ഒരു കാര്യം പഠിക്കുമ്പോൾ സഹിക്കണം. ഇത് കാരണം നിങ്ങൾക്ക് ഇഷ്ടമല്ലാവില്ല ഞാൻ പറയാം. ഇപ്പം തന്നല്ല പറയാൻ പോണത്. ഇതിനേക്കാൾ ഭയാനകമായ വിഷയങ്ങൾ വരാൻ പോകുന്നുണ്ട്. അത് ദുരന്തമാണ്. ദുരന്തം വരാൻ പോവുകയാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കാതിരിക്കട്ടെ. സംഭവിച്ചാൽ ഭയങ്കര പ്രശ്നം ഉണ്ടാവും. സ്ഥിരീകരിച്ചോ? കമനായി ഒഴിക്കപ്പെട്ടു എന്നുള്ളത് സ്ഥിരീകരിച്ചോ? വലിയ പ്രശ്നമുണ്ടാവും. തിരിച്ചടി ഇപ്പോൾ ഉണ്ടാവുന്നതിന് ഞാൻ വില വെക്കണേയില്ല. നിങ്ങളെ കാഴ്ചയല്ല എൻ്റെ കാഴ്ച. അവിടെ രണ്ട് വ്യത്യാസമുണ്ട്. നിങ്ങൾ പറയണം, ഞാൻ പറയണം രണ്ടാണ്. നിങ്ങൾ പറയണത് ഇപ്പോൾ തിരിച്ചടി ഉണ്ടാവുന്നു. ആ തിരിച്ചടി ഉണ്ടാകേണ്ടതിരിക്കട്ടെ. അതിനെ ബാധിക്കുന്ന പ്രശ്നേ അല്ല. അവിടെയാണ് നിങ്ങളുടെ ചിന്തയും എൻ്റെ ചിന്തയും തമ്മിൽ വ്യത്യാസം. لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي യാ റബ്ബൽ ആലമീൻ. ഇവിടെ നിങ്ങൾ വിചാരിച്ചതല്ല ഞാൻ പറയുന്നത്. നിങ്ങളിപ്പോൾ പറയുന്നത് ഇറാൻ ശക്തമായി തിരിച്ചടിക്കുന്നതല്ലേ? ഞാൻ അതിനെ വില വെക്കുന്നതല്ല. ഇറാൻ ഇപ്പോൾ ശക്തമായി തിരിച്ചടിക്കുമെന്ന് പറയുന്നതിന് ഞാൻ വില വെക്കുന്നേ ഇല്ല. അതെനിക്കൊരു വിലയായിട്ടൊന്നുമില്ല. ഞാൻ യുദ്ധത്തിനൊരു വിലയും വെക്കുന്നില്ല. അത് ഇന്നത്തെ യുദ്ധമല്ല, എന്നത്തെ യുദ്ധത്തിന് എപ്പോഴും ഒരു പരിധി ഉണ്ടാവും. പക്ഷെ പ്രശ്നങ്ങൾക്ക് പരിധി ഉണ്ടാവില്ല. അവിടെയാണ് പ്രശ്നം. പകക്ക് പരിധി ഉണ്ടാവില്ല. യുദ്ധത്തിന് പരിധി ഉണ്ടാവും, പകക്ക് പരിധി ഉണ്ടാവില്ല. പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ നിങ്ങളുടെ ബാപ്പയെ ഇയാൾ ആക്ഷേപിച്ചത് സങ്കല്പിക്കും. നിങ്ങൾ തമ്മിൽ മൽപ്പിടുത്തം കൂടിയപ്പോൾ നിങ്ങളെ ബാപ്പയെ അവൻ ആക്ഷേപിച്ചു. അപ്പൊ നിങ്ങൾ അവനെ അടിക്കാൻ ചെന്നപ്പോൾ അവന് ഓൻ്റെ ആളുകൾ കൂടി നിങ്ങൾ അടിച്ചു. തിരിച്ചടിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ പുറകോട്ട് വന്നു. തീർന്നിട്ടില്ല. അവിടെ പ്രശ്നം. നിങ്ങളൊരു സന്ദർഭത്തിൽ തിരിച്ചടിക്കുന്നതിന് ഒരു പരിധി ഉണ്ടാവും. പക്ഷെ നിങ്ങളെ പകക്ക് പരിധി ഉണ്ടാവില്ല. കാരണം നിങ്ങളെ ബാപ്പ എന്നുള്ളത് നിങ്ങളെ ആത്മാവിൻ്റെ ഏറ്റവും വലിയ ആളാണ്. നിങ്ങൾ ബാപ്പാനെ ആക്ഷേപിച്ചാൽ നിങ്ങളെ പകക്ക് പരിധിയില്ല. നിങ്ങളുടെ അടിക്ക് പരിധിയുണ്ട്. അവൻ്റെ ആളുകളും ശക്തരാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടിക്കാൻ കഴിയില്ല. പക്ഷെ അവസാനിക്കൂല? പക അവസാനിക്കൂല. ഇവിടെ പകയാണ് ഇവർക്ക് ആവശ്യം, അടിയല്ല. നിങ്ങൾക്ക് അന്തം കമ്മിയാണ്. പക്ഷെ ഇത്ര എങ്ങായങ്ങളൊക്കെ എങ്ങനെ അന്തം കമ്മിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല പിന്നെ ഇന്നെപ്പോഴത്തെ താടി നച്ചലൊക്കെ അന്തം കമ്മിയാണ്. ഇപ്പോഴത്തെ യുവാക്കൾ മൊത്തം അന്തം കമ്മിയാണ്. ഒരു വിവരമില്ല, ചിന്തയില്ല. എന്താ മുന്ന് കേൾക്കാനാണ് എന്താ പത്രത്തിൽ വരുന്ന അത് വീഴുന്നത്. പത്രമൊക്കെ അമേരിക്ക അടിച്ചു വിടണാടോ. എല്ലാ പത്രവും അമേരിക്ക അടിച്ചു വിടണ. നിങ്ങൾക്കതറിയോ? എല്ലാ പത്രവും കളവാ. സത്യമായ പത്രമില്ല. സത്യമായ ഒരു പത്രവും ഇല്ല. എന്ത് പത്രം? എഴുത്ത് പത്രം? ഏത് പത്രം? പത്രം നേരോ? ഭൂമിയിൽ ഇപ്പോൾ നടത്തുന്ന മലക്കുകൾ, അള്ളാഹു തആല ഭൂമിക്ക് മലക്കുകൾ പറഞ്ഞയച്ചു. എന്നിട്ട് അവർ മനുഷ്യകൂടത്തിൽ വന്ന് പത്രം നടത്താൻ ആ പത്രം നോണേർക്കും. എന്ത് നിങ്ങൾ കണ്ടോ? അങ്ങനെ എനിക്ക് അന്തല്ലാത്തോണ്ട് എനിക്ക് വയസ്സെത്രേ? എന്താണ് അന്തല്ലാത്ത? എത്ര വയസ്സ്? എനിക്ക് ചെറിയ ചെറുപ്പക്കാരൻ. എനിക്ക് എന്താണോ അന്തല്ലാത്ത? എന്താ അങ്ങനെ വന്നു? എത്ര വരെ പഠിച്ചു? എത്ര വരെ കോമൺ വിദ്യാഭ്യാസം എത്രേ? വയസ്സല്ലടൂ. എത്ര SLC കഴിഞ്ഞാണോ? +1 കഴിഞ്ഞാണോ? +2 കഴിഞ്ഞാണോ? ഇപ്പം എന്താ പഠിക്കണത്? പഠിക്കുകയാണോ അതോ ജോലിയാണോ? ഡിഗ്രി കഴിഞ്ഞാൽ അന്തല്ല. ഞാൻ പറഞ്ഞ മിണ്ടാതൊക്കെ ഞാൻ പറയുന്ന മറുപടി പറയും. എന്തുകൊണ്ട് അങ്ങനെയാണ്? അതെന്താണ്? ഇവിടുന്ന് പത്രം വരുന്നത് എനിക്ക് അറിയാത്തതുകൊണ്ടാണ്. പത്രത്തിന് വാർത്ത കൊടുക്കുന്നത് ആരാണ്? റോയിട്ടർ ആരുടേതാണ്? അതാണ് അന്തംഗമ്യ എന്ന് പറഞ്ഞ. എന്നെപ്പോലത്തെ ആളുകളൊക്കെ അന്തംഗമ്യകളാണ്. അതിനൊക്കെ പെരയിലെ മൂലൊക്കെ കുതിരിക്കലല്ലേ? എനിക്ക് ഇപ്പോഴും അറിയില്ലേ? പൂരത്തിന് വയസ്സെത്രയായി? എന്നെ കുറ്റം പറയല്ല കേട്ടോ, എൻ്റെ ദേശീയാണിത്. ഇപ്പം നിങ്ങളൊക്കെ എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾക്ക് അന്തല്ല എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക? ഇവിടെ വാർത്ത, ഇവിടുത്തെ കുഞ്ഞുമേമത് മരിച്ചു, മറ്റേ അത്തമൂലിയർ മരിച്ചു എന്നുള്ളതല്ലേ പത്രത്തിൽ എഴുതുന്നത്? അത് മാത്രമാണ് നേരെ, ബാക്കിയൊക്കെ നുണയാണ്. അതിൻ്റെ പ്രാദേശിക വാർത്തകൾ മാത്രമാണ് പത്രത്തിൽ നേരെ. അതിൻ്റെ അപ്പുറത്തേക്കുള്ള വാർത്തകൾ ആര് കൊടുക്കണം?
റോയിട്ടറും PTയും കൊടുക്കണം. ഈ സാധനം എന്താ? ഇന്റർനാഷണൽ ന്യൂസ് ഏജൻസി മുഴുവനും ആരുടേതാണ്? ആരുടേതാണ്? ബ്രിട്ടന്റെ, അമേരിക്കയുടെ. നിങ്ങൾ എന്ത് വിചാരിച്ചേ? അന്തംഗമ്മിയോളെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിനെ വെച്ചുകൂടാ. കാരണം 26 കൊല്ലം ഞങ്ങൾക്ക് വെള്ളറിടും. നന്നായില്ലല്ലോ PTകളെ. ഈ ലോകത്തെ ഏറ്റവും വലിയ വിഡിത്തരം എന്താണെന്നറിയോ? നമ്മളെ നാട്ടിൽ നേര് ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു പത്രം ഇറക്കൽ നടക്കൂല. ഒരു പാർട്ടിയെ നിലനിർത്താൻ, ആ പാർട്ടിയെ പെരുപ്പിക്കാൻ മാത്രം പത്രത്തിന്റെ ജോലി. എന്തല്ല സത്യം പുറത്തുകൊണ്ടുവരാൻ പത്രത്തിന് ഒരിക്കലും കഴിയില്ല. ഇമ്പോസിബിൾ. അത് നിങ്ങളെ മുന്നിലുള്ള ആളുകൾ നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചതാണ്. ഇന്ന് ഈ കാണുന്ന പത്രങ്ങൾ മൊത്തം അത് മാതൃഭൂമി കൊടുക്കും. മാതൃഭൂമിക്ക് എവിടുന്നാണ് ന്യൂസ് ഇട്ടത്? അവിടെ തന്നെ മനോരമ കിട്ടുന്നത്, അവിടെ തന്നെ മാധ്യമത്തിന് ഇട്ടുന്നത്, അവിടെ തന്നെ സുപ്രഭാതത്തിന് ഇട്ടുന്നത്, അവിടെ തന്നെ ചന്ദ്രിക കിട്ടുന്നത്, അവിടെ തന്നെ വിഷയത്തിന് ഇട്ടുന്നത്, അവിടെ തന്നെ കേരള കൗമുദി കിട്ടുന്നത്, അവിടെ തന്നെ ജന്മഭൂമിക്ക് കിട്ടുന്നത്, അവിടെ തന്നെ ദേശാഭിമാനിക്ക് കിട്ടുന്നത്. വാർത്തകൾ മൊത്തം ലോക വാർത്തകൾ. മറ്റേപ്പുറത്തെ കുഞ്ഞുമേമത് മരിച്ചു എന്നല്ലേ, അതിപ്പോ ഫോൺ ചെയ്താൽ പോലെ. കുഞ്ഞുമേമതും അമ്മത്തൻ്റെയും മരിച്ചു എന്നുള്ളതല്ലേ ഇപ്പൊ പത്രത്തിലെ വരുന്ന ആകെ ചരമക്കോള. അത് മനോരമയിലെ ചരമകോളവും മാതൃഭൂമിയിലെ ചരമകോളവും സുപ്രഭാതത്തിന് ചന്ദ്രികന്റെ ചരമകോളവും ഏകദേശം വ്യത്യാസം ഉണ്ടാവും. അപ്പം പത്രം എടുത്താൽ ആകെ നേരെ അറിയണമെങ്കിൽ ചരമകോളം നോക്കാം, അത് നേരെ இருக்கும். ഇന്റർനാഷണൽ വാർത്ത ഒന്നാ, അതാര് കൊടുക്കണം? റോയിട്ടർ കൊടുക്കണം. അതേതാ? അത് ജൂത ഏജൻസിയാ. ബാക്കി നിങ്ങളെ പിന്നെ ഇപ്പൊ പത്രം കൊണ്ട് നിങ്ങൾക്ക് എന്താ ഉണ്ടാക്കാൻ കഴിയാ? നിങ്ങൾ സംഘടന വളർത്താം, നേരെ പഠിപ്പിക്കാൻ കഴിയില്ല. ഇപ്പം ദേശാഭിമാനി എന്ത് പറഞ്ഞു? നേരെ അറിയാൻ, നേരത്തെ അറിയാൻ. നേരെ അറിയാൻ, നേരത്തെ അറിയാൻ. എന്തായി പറയണത്? ഒരു ദേശാഭിമാനിയുടെ വാർത്ത എവിടെ കിട്ടിയതാണ്? റോയിട്ടർ കൊടുത്തതാണ്. ഇന്റർനാഷണൽ സയൻസ് ഏജൻസി. അവിടെ തന്നെയാണ് മനോരമ കിട്ടിയത്, അവിടെ തന്നെയാണ് ആർക്ക് കിട്ടിയത്? ചന്ദ്രൻ കിട്ടിയത്. അവിടെ തന്നെയാണ് സുരാജിന് കിട്ടിയത്, അവിടെ തന്നെ സുപ്രഭാതത്തിന് കിട്ടിയത്, അവിടെ തന്നെ മാധ്യമത്തിന് കിട്ടിയത്, അവിടെ തന്നെ വീക്ഷണത്തിന്. എല്ലാം അത്രേ അർത്ഥമുള്ളൂ, അത്രേ അർത്ഥമുള്ളൂ. അവരുടെ ന്യൂസ് ഏതാണ്? അവർ കൊടുക്കുന്ന ന്യൂസ്. അതുകൊണ്ടാണ് ഞാനിപ്പം ഈ വിവരം എൻ്റെ അടുത്ത് ഇന്ന് വെളുപ്പിനില്ലാത്തത് കൊണ്ടല്ല. കാരണം അമേരിക്ക ചിലപ്പോൾ പ്രൊപ്പഗണ്ട പടച്ചുവിടും. ഇറാൻ സ്ഥിരീകരിച്ചാൽ ഓക്കെ, കാരണം സ്ഥിരീകരിക്കേണ്ടി വരും. മരിച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരീകരിക്കേണ്ടി വരും, എന്നല്ലെങ്കിൽ നാളെ പുറത്തു വരുള്ളൂ. നിങ്ങൾ വിചാരിച്ചതല്ല ഈ ലോകം മഹ്ദി ഇമാമിനല്ലാതെ നന്നാക്കാൻ കഴിയില്ല, ഒരാൾക്കും കഴിയില്ല. അത് നിങ്ങളോട് പറയും, നിങ്ങൾ നേതാക്കന്മാർ പറയും നമ്മൾ നന്നായി, നമ്മൾ അതൊക്കെ ഒരു ഭൂലോക വിഡ്ഢികളായതുകൊണ്ടാണ്. നിങ്ങളെ നേതാക്കന്മാർ ഈ ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢികളാണ്. ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢികൾ മുസ്ലിം നേതാക്കന്മാർ. ഭൂലോക വിഡ്ഢികൾ, വിഡ്ഢികളാണ് വിഡ്ഢികൾ, പമ്പര വിഡ്ഢികൾ. എന്തുകൊണ്ട്? ഉറപ്പ് വിഡ്ഢികൾ, ഭൂലോക വിഡ്ഢികൾ. ഇത് നന്നാക്കാൻ നിനക്ക് കഴിയൂല, അതിനൊരാൾ വരാനുണ്ട്. എന്തുകൊണ്ട്? ഇത് നന്നാക്കുകയാണെങ്കിൽ ഇതിന്റെ പുറത്താണ്, എൻ്റെ ഉള്ളിലേ നന്നാക്കാൻ കഴിയൂ. ഉദാഹരണം പറയാം, ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചിട്ട് എനിക്ക് ആരോഗ്യം ഉണ്ടാക്കാൻ പോലെയാണ്. ഇംഗ്ലീഷ് മരുന്നിന് അലോപ്പതിന്റെ ദോഷം ഉണ്ടാവും. അലോപ്പതി ആരോഗ്യത്തിനുള്ള ശാസ്ത്രമല്ല, മുട്ടുശാന്തിയാണ്. തിരിഞ്ഞിട്ടില്ല. അലോപ്പതി ഗുളിക കുടിച്ചിട്ട് ഒരാൾക്കൊരു ആരോഗ്യം ഉണ്ടാവില്ല. അലോപ്പതി മുട്ടുശാന്തിയാണ്. അലോപ്പതിയിൽ എന്തേ ഉണ്ടാവുള്ളൂ? അലോപ്പതിയിൽ തലവേദന, കഴുത്തുവേദനയാവും. ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങും. അല്ലെങ്കിൽ തൽക്കാലം കുറച്ച് കാലം ഒളിച്ചു നിന്നിട്ട് ഇതിനേക്കാൾ വലിയതായിട്ട് തുടങ്ങും. കാരണം അലോപ്പതി എന്തല്ല? അലോപ്പതി എന്തല്ല? ഔഷധമല്ല, മുട്ടുശാന്തിയാണ്. അലോപ്പതി ഔഷധമേ അല്ല, അലോപ്പതി കെമിക്കലാണ്. ആയുർവേദമാണെങ്കിൽ ഔഷധമാണ്. ഇനിയിപ്പോൾ ഇപ്പോഴത്തെ ആയുർവേദം എന്തായി? അലോപ്പതി ഗുളിക പൊടിച്ചിട്ടാണ്. ആയുർവേദത്തിന് എൻ്റെ കുട്ടിക്കാലത്ത് ഒരു പനി മാറണമെങ്കിൽ 2 ആഴ്ച എടുക്കും. ഇന്ന് ആയുർവേദത്തിന് എൻ്റെ ഗുളികയെ മരുന്ന് കുടിച്ചാൽ നാളെ മാറും. എന്തുകൊണ്ട്? അത് ബഹുമാനപ്പെട്ട എന്തെന്നെയാണ്, ബഹുമാനപ്പെട്ട അലോപ്പതിയാണ്.
അലോപ്പതി മരുന്ന് കുടിച്ചിട്ട് ഒരാൾ ആരോഗ്യം വീണ്ടെടുക്കാൻ ശ്രമിച്ചാൽ അതിനൊരു പരിധിയുണ്ട്. ആ പരിധിൻ്റെ ഉള്ളിലേ ഉള്ളത്, അതിൻ്റെ അപ്പുറത്തേക്ക് ആരോഗ്യം ഉണ്ടാവില്ല. തൽക്കാലം ഒന്ന് കുട്ടപ്പനാവുന്നേ ഉള്ളൂ. അടുത്ത മാസത്തിനേക്കാൾ അപ്പുറത്ത് വേറെ ഒന്ന് വരുന്നുണ്ട്. മൂക്കടപ്പ് തൊണ്ടടപ്പാവും, തൊണ്ടടപ്പ് മുട്ടുവേദനയാവും, മുട്ടുവേദന കാലുവേദനയാവും. കാരണം അലോപ്പതി മുട്ടുശാന്തിയാണ്. അലോപ്പതി എന്തല്ല, കെമിക്കലാണ്, എന്തല്ല, ഔഷധമല്ല. ഔഷധം സസ്യങ്ങളാണ്. മണ്ണിലും വെള്ളത്തിലും എന്താണ്, സസ്യങ്ങളിലുമാണ് അല്ലാഹു തആല എന്ത് വെച്ചിട്ടുള്ളത്, ഔഷധം വെച്ചിട്ടുള്ളത്. അതല്ല ഈ സാധനം, ഇത് കെമിക്കലാണ്, പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്. എന്നതുപോലെ മനുഷ്യന്മാർ ഇത് നന്നാക്കാൻ കഴിയില്ല. ഇപ്പം ഞാനിവിടെ പറഞ്ഞു കൊണ്ടുവന്ന് അങ്ങനെ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ ശരി, ഇപ്പം നിങ്ങൾ പറഞ്ഞു സ്ഥിരീകരിച്ചു, വലിയ പ്രശ്നം ഉണ്ടാവും. എന്തുകൊണ്ട്? അവരെ സംബന്ധിച്ചിടത്തോളം വേറെയുള്ള വിഭാഗത്തെ പോലെയല്ല. ഇപ്പൊ സുന്നികൾക്കൊരു ആത്മീയ നേതാവില്ല, സുന്നികൾക്കൊരു ആത്മീയ നേതാവില്ലല്ലോ. പണ്ഡിതന്മാരുണ്ട്, അത്രേ ഉള്ളൂ. എന്തില്ല? ഒരു ആത്മീയ നേതാവില്ല. പറഞ്ഞത് അങ്ങനെ തന്നെ പാലിച്ചു. അങ്ങനത്തെ നേതാവ് സുന്നികൾക്കില്ല. ഷിയാക്കൾക്ക് ആത്മീയ നേതാവുണ്ട്, അയാൾ പറഞ്ഞാണ് അവസാന വാക്ക്. ഉദാഹരണം പറയാം, കാത്തലിക്സ് ക്രിസ്ത്യാനികൾക്ക് ഒരു ആത്മീയ നേതാവുണ്ട്. അതാരാ? പോപ്പ്. പോപ്പൊരു കാര്യം പറഞ്ഞാൽ അതാ നിയമം. അപ്പൊ പോപ്പിനൊരു ക്ഷതം പറ്റുക പറഞ്ഞാൽ കാത്തലിക് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവരെ മരിക്കുന്നതിനേക്കാൾ അവർക്ക് വേദന പോപ്പിനൊരു ക്ഷതം പറ്റലായിരിക്കും, അവർ യഥാർത്ഥ ക്രിസ്ത്യാനികളാണെങ്കിൽ. കാരണം അത് അവരുടെ ആരാണ്? രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, അവര് എന്താണ്, വത്തിക്കാൻ സിറ്റിയിലെ രാഷ്ട്രീയ നേതാവ് മാത്രമല്ല പോപ്പ്. പോപ്പ് ആരാണ്? അവരുടെ റിലീജിയസ് സ്കോളറാണ്, അവരുടെ സുപ്രീം കമാൻഡറാണ്, റിലീജിയസ് കമാൻഡറാണ്, സുപ്രീം കമാൻഡറാണ്. അങ്ങനെ സുന്നികൾക്ക് നേതാവില്ല. അങ്ങനെ സുന്നികൾക്ക് നേതാവില്ല. മനസ്സിലായി? ഒരു കാലത്ത് ഖലീഫമാരുണ്ടായിരുന്നു. ഖിലാഫത്ത് 900-ന്റെ തുടക്കത്തിൽ തകർന്നു, പിന്നെ അങ്ങനെ ഇല്ല. അതിലഭിപ്രായം. പക്ഷെ അതേസമയം ഷിയാക്കൾക്ക് ഏത് കാലത്തും ആരുണ്ട്? അത് പ്രശ്നമാണ്. ആത്മനേതാവിന് എന്തെങ്കിലും സംഭവിക്കാൽ പാക അവസാനിക്കില്ല പാക. അത് പ്രശ്നമാണ്. ഈ പ്രശ്നം യുദ്ധം ചെയ്ത് ഇനിയിപ്പോൾ അമേരിക്കക്ക് ഇറാനോട് ശത്രുതയുണ്ടെങ്കിൽ, ഇസ്രായേലിനുണ്ടെങ്കിൽ, ഇത് യുദ്ധം ചെയ്ത് തീർക്കാം. ഒരു രാജ്യത്തോട് തർക്കം പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? യുദ്ധം ചെയ്ത് ഒതുക്കാം. എന്നിട്ട് അവസാനം എന്ത് ചെയ്യാം? വിഷയങ്ങൾ പറഞ്ഞു തീർക്കാം. അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു കക്ഷി, ഇവിടെ ഒരു സാധനം ഉണ്ടല്ലോ, UN. മനസ്സിലായില്ല? ഇവിടെ യുണൈറ്റഡ് നേഷൻസിന്റെ സാധനം ഇവിടെ ഉണ്ടല്ലോ, അവർക്കിടെ ആ കാര്യം പറഞ്ഞു തീർക്കാം. അല്ലെങ്കിൽ യുദ്ധം നിർത്തിയിട്ട് പിന്നെയും മുന്നോട്ട് പോകാൻ. കൊല്ലങ്ങൾ എത്ര യുദ്ധം നടന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേ സമയത്ത് ആ രാജ്യത്തിന്റെ പരമാധികാരിയും ആത്മീയ നേതാവിനെയും കൊന്നു കഴിഞ്ഞാൽ അത് പ്രശ്നം, അത് അവിടെ അവസാനിക്കൂല. ആ പ്രശ്നം അവസാനിക്കുന്നില്ല. ആ പ്രശ്നം അവസാനിക്കില്ല. ആ പക അവസാനിക്കൂല. നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ അവസാനിക്കൂല. ഈ പ്രശ്നത്തിന് ഇനിയിപ്പോ ഈ പ്രശ്നം ഇതിന് സൗകര്യം മുഴുവനും പേർഷ്യൻ അറേബ്യൻ രാജ്യങ്ങളിലുള്ള മിലിറ്ററി ബേസുകൾ, അവർക്ക് അമേരിക്കക്ക് എല്ലാവിധ സൗകര്യങ്ങൾ ചെയ്തു മിലിറ്ററി ബേസുകളാണ് ഗൾഫ് രാജ്യങ്ങളിലുള്ളത്. അപ്പോൾ ആ ശത്രുത നേരെ ആരോടാണ്? ഇവർക്ക് പക ആരോട് വരും? ഈ രാജ്യങ്ങളോട്. ഇസ്രായേലും ഇവരും തമ്മിലുള്ള ഉഭയപക്ഷപാതി മുസ്ലിം രാജ്യ നേതാക്കന്മാർ ഇസ്രായേൽ തമ്മിൽ അതിശക്തമായ ബന്ധം നിലനിൽക്കുന്നുണ്ട് എന്നത് ഇപ്പോൾ എഫ്സ്റ്റീൻ ഫയൽസ് പുറത്തു വന്നപ്പോൾ വരെ ദൃഢമായി ലോകത്തിന്. അപ്പോൾ ഇസ്രായേലും അമേരിക്കയും അറബ് നേതാക്കന്മാരും ഒറ്റക്കെട്ടാണ്. സുന്നികൾ അത് തൽക്കാലം ഉണ്ടാക്കും. അതേസമയത്ത് ശിഷ്യാക്കൾക്ക് ഇതോടുകൂടെ എന്ത് വരും? നേരത്തെ തന്നെ പക ഇരട്ടിക്കുന്നു പറഞ്ഞാൽ തീരൂല. ഈ ദുരന്തം മുഴുവനും ഗൾഫ് അനുഭവിക്കണം. അമേരിക്ക ഇത് ബാധിക്കൂല. അമേരിക്ക ഇത് ബാധിക്കേയില്ല. അമേരിക്കക്ക് ഇത് ലാഭമാണ്. എന്തുകൊണ്ട്? ഇവിടെ ശത്രുത സ്ഥിരമാക്കിയിട്ടാൽ, അതായത് മുസ്ലിങ്ങൾക്കിടയിലുള്ള ശത്രുത, നമ്മൾ രണ്ട് വിഭാഗം, നമ്മൾ സുന്നികളും അവർ ഷിയാക്കളുമാണ്. അപ്പോൾ ഇത് തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമായും ഉണ്ട്. പക്ഷെ അതേ സമയത്ത് നമ്മൾക്ക് തീരാത്തൊരു പക നമ്മൾ അസ്ഥിവാരം ഇട്ടാൽ അതൊരു പ്രശ്നമായിരിക്കും. ആ പ്രശ്നം തീർക്കാൻ കഴിയില്ല. സദ്ദാം ഹുസൈനെ കൊല്ലുമ്പോൾ പോലെയല്ല അലി ഖംനായെ കൊല്ലുന്നത്. അഹമ്മദ് നജാദിയെ കൊല്ലും പോലെയല്ല. അഹമ്മദ് നജാദി ഇറാന്റെ പ്രസിഡന്റ് ആരല്ല, ആത്മീയതാവല്ല. ഇത് പ്രശ്നം ചെറുതല്ല, ഭയങ്കര പ്രശ്നം. ഈ പ്രശ്നം മഹദിക്കല്ലാതെ തീർക്കാൻ കഴിയില്ല. ഇമാം മഹദിക്കല്ലാതെ ഈ പ്രശ്നം തീർക്കാൻ കഴിയില്ല. ഞാൻ ഇന്ന് രാവിലെ ആ വാർത്ത കണ്ടപ്പോൾ പഠിച്ചവനെ ഇത് സ്ഥിരീകരിക്കാതിരിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്തുകൊണ്ട്? അന്നം തേടി മനുഷ്യന്മാർ ഓടുന്ന നാടാണത്.
മനുഷ്യന് ഇപ്പം അങ്ങനെ ഒരു അവസ്ഥ വന്നുപോയി. സത്യത്തിൽ പണ്ട അവസ്ഥയില്ല. ആ അവസ്ഥേനെ തകിടം മറിച്ചൊരവസ്ഥയാണ്. അങ്ങനെ ഉണ്ടാകാനും പാടില്ല. ഒരു നാട്ടുകാർക്ക് ഭക്ഷണം കിട്ടുന്നത് ആ നാട്ടിൽ നിന്നാണ്. അതിന് പുറത്തുനിന്ന് ഒരു ഭക്ഷണം ശേഖരിക്കുക എന്നുള്ളത് കച്ചവടം. ഓക്കെ, അതിൻ്റെ അപ്പുറം തൊഴിൽ എന്നുള്ളത് പരിധി വിട്ട തൊഴിൽ. വൈകുന്നേരം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മടങ്ങിയാൽ കഴിയണം, അതിന് കഴിയില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നാട്ടിൽ നൽകിയ ഒരു അദാബാണ് എന്ത്? ഗൾഫ് ജോലി. ഗൾഫ് ജോലി ഒരു അദാബാണ്. അതൊരിക്കലും ഒരു അനുഗ്രഹമല്ല. ഗൾഫുകാർക്കും കൂടി ഇന്നോട് ദേഷ്യം ഇരട്ടിയാവും. കാരണം ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും വരണം. അങ്ങനെ പല പ്രശ്നം ഉണ്ടായാലും ചെറിയ പ്രശ്നമല്ല, വലിയ പ്രശ്നമുണ്ട്. നിക്കാഹിന്റെ മനുഷ്യ കുടുംബത്തിന്റെ അടിസ്ഥാനം നിക്കാഹിന്റെ നഷ്ടം നിക്കാഹിന്റെ ലക്ഷ്യം ഗൾഫ് നഷ്ടപ്പെടുത്തി. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണ് നിക്കാഹ്. ഒരാൾ പ്രായപൂർത്തിയായാൽ അടിസ്ഥാന ആവശ്യമാണ് എന്ത്? നിക്കാഹ്. നിക്കാഹിന്റെ ലക്ഷ്യം നഷ്ടപ്പെടുത്തി. നിക്കാഹിന് ഇരിക്കുമ്പോൾ എന്താണ് നിക്കാഹിന്റെ ഖുത്ബയിൽ എന്താ പറയാ? അത് കണ്ണിന്റെ ദൃഷ്ടിയെ താഴ്ത്തും, ലൈംഗികാവയവത്തിന് സുരക്ഷിതത്വം നൽകും. എന്ത്? നിക്കാഹ് അല്ലേ? പറയാം. എന്തിനാ നിക്കാഹ്? എന്തിനാ നിക്കാഹ്? എന്തിനാ നിക്കാഹ്? നിക്കാഹ് എന്തിനാ? പറയാം. എന്തിനാ നിക്കാഹ്? ദൃഷ്ടിയെ താഴ്ത്തും. ഹറാമായതിലേക്ക് ദൃഷ്ടി പിന്നെ പോകില്ല ഒരാൾ പെണ്ണിട്ടിയാല്. കാരണം അവന്റെ കൂടെ അവനിഷ്ടപ്പെട്ട ഇണുണ്ട്. നിങ്ങൾ കണ്ണോട് ഇഷ്ടപ്പെട്ടിട്ടേ നിങ്ങൾ കെട്ടാൻ പാടുള്ളൂ. എന്തുകൊണ്ട്? പിന്നെ വേറൊന്നിലേക്ക് നിങ്ങൾ കണ്ണ് പോകരുത്. അവനിഷ്ടപ്പെട്ട് ഒരു പെണ്ണിനെ പറ്റിയെങ്കിൽ മറ്റേ പെണ്ണ്, അല്ലെങ്കിൽ വേറൊരു പെണ്ണ്. പെണ്ണിനും പുരുഷൻ തമ്മിൽ എന്ത് ചെയ്യണം? ഇഷ്ടപ്പെടണം. എന്നിട്ടാണ് കല്യാണം വേണ്ടത്. അതോടുകൂടി രണ്ടാളും ദൃഷ്ടിയോടെ താഴ്ന്നു വേറെ ഹറാമിലേക്ക് പോകൂല. അവന്റെ ലൈംഗികാവയവത്തിന് സുരക്ഷിതത്താണ്. വേറൊന്നിനെ ആ ലൈംഗികാവയവം ആഗ്രഹിക്കൂല. എന്തുകൊണ്ട്? അവന്റെ കൂടെ സദാ അവന്റെ ആരുണ്ട്? ഇണയുണ്ട്. ഈ ലക്ഷ്യം നഷ്ടപ്പെടുത്തിയത്. അപ്പോൾ വിവാഹം എന്ന മാനുഷിക സമൂഹത്തിന്റെ അടിസ്ഥാന കുടുംബമല്ലേ? ഭൂമിയിൽ നിന്നല്ല കുടുംബം ഉണ്ടായത്. ഭൂമിയിൽ നിന്നല്ല, അള്ളാന്റെ ഹളറത്തു നിന്നാണ് എന്തുണ്ടായത്? കുടുംബം ഉണ്ടായത്. കുടുംബം നിസ്കാര ഭൂമിയിലുണ്ടായതാ, നോമ്പ് ഭൂമിയിലുണ്ടായതാ, ഹജ്ജ് ഭൂമിയിലുണ്ടായതാ, സക്കാത്ത് ഭൂമിയിലുണ്ടായ, ദർസ് ഭൂമിയിലുണ്ടായതാ, മദ്രസ ഭൂമിയിലുണ്ടായതാ, പള്ളി ഭൂമിയിലുണ്ടായതാ, ഇതൊക്കെ ഭൂമിയിലുണ്ടായതാ. അതേസമയത്ത് കുടുംബം ഭൂമിയിലുണ്ടായതല്ല, ഏതോ ലോകത്തുണ്ട്, അള്ളാന്റെ ഹളറത്തിലുണ്ടായതാ, പിന്നെ ഭൂമിക്ക് ഇറക്കിയതാ. അപ്പൊ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യം പള്ളി മദ്രസ ഒന്നല്ല. എന്താണ്? പറ മനുഷ്യ, ആദ്യം ഉണ്ടായതല്ലേ? ആദ്യം വേണ്ട ചിന്തിക്കേ. ആദ്യം ഉണ്ടായതല്ലേ? ആദ്യം ഉണ്ടായത്. കയറിയിരിക്കുക, ആളുകൾ വരും. കയറി ഇങ്ങോട്ടിരിക്കുക. നിങ്ങൾക്ക് എന്ത് പറ്റി? എൻ്റെ മുന്നിൽ ഇരിക്കണല്ലോ. എനിക്ക് ദേഷ്യം വരും. ചില നേരത്തെ ഒന്നും വിചാരിക്കാതിട്ടാണ്. നിങ്ങൾ പുറത്തെ കുട്ടികളെ വിട്ടികളാകരുത്. നിങ്ങൾ പഠിക്കണം, നല്ല പഠിക്കണം. അത് നല്ല കുട്ടികളല്ലേ, എഡ്യൂക്കേറ്റഡ് ആയ കുട്ടികൾ വിട്ടികളെ പോലെ ആകുന്ന മനസ്സൊക്കെ വിഷമിക്കണം. പുതിയ ലോകത്തിന് അന്തയില്ല, ഒരു അന്തമില്ല. എടോ എനിക്കല്ല അന്തല്ലാണ്ട്, എനിക്ക് താടി നരച്ചില്ല. ഇപ്പൊ നിങ്ങളെ കൂട്ടത്തിലെ അന്തല്ലാത്ത ആൾ ഞാനാണെങ്കിൽ അയാൾക്ക് വയസ്സായില്ലെന്ന് അറിയാലോ. നിങ്ങളെപ്പറ്റി എങ്ങനെ പറയാം? ഒക്കെ എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ, ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന ആളുകൾ, അതിനല്ലേ നിങ്ങളൊക്കെ നല്ല ശതമാനം. ഇന്നോട് നിങ്ങൾക്ക് അന്തല്ല. ഇപ്പം എന്താ ചെയ്യുക? ഭയങ്കര 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 വിഷമം, ഭയങ്കര വിഷമം. ഈമാൻ കിട്ടി മരിക്കുകയാണെങ്കിൽ ഇന്നൊരിക്കലും എനിക്കിഷ്ടം. കാരണം ലോകം നന്നൂല. ഈമാൻ കിട്ടി അള്ളാഹു സ്വീകരിക്കാൻ ഇന്ന് മരിക്കാൻ എനിക്കിഷ്ടം. കാരണം എന്തുകൊണ്ട്? ഈ മനുഷ്യന്മാരുടെ വർത്താൻ പറയാൻ എനിക്ക് കാര്യമല്ല. കാരണം നേരെ മനുഷ്യന്മാർ സ്വീകരിക്കാനല്ലേ, അവർക്ക് ഒപ്പിച്ച് പറയണം. ഈ കുറച്ച് ആളുകൾ, കുറച്ച് മൂല്യന്മാരും കുറച്ച് തങ്ങന്മാരുണ്ട്, അവർക്കനുസരിച്ച് നമ്മൾ വർത്താനം പറയണം. അല്ലെങ്കിൽ ഒരു നമ്മൾ ലിസ്റ്റിന്ന് വിട്ടും എല്ലാ ചീത്തയും ഇല്ലാത്തതും പറയും. ഞാൻ കാദിയാനിയാണ്, ഞാൻ ചേകനൂരാന്നുണ്ട്, ഒരു മാസം കഴിഞ്ഞിട്ടില്ല. എന്തേന് കാരണം? എന്താ? സുള്ളായിഷ ബിബിയെ കിട്ടിയത് 9 വയസ്സിലാവൂല എന്നൊരു ഗവേഷണമാണ്. ഒരു മനുഷ്യൻ ഗവേഷണം ചെയ്യാൻ അധികാരമുണ്ടല്ലോ. ഞാൻ അവിടുന്ന് ഇപ്പോഴും മാറിയിട്ടില്ല. ഞാൻ അതിനെ ഹാമൂർന്ന് ഇങ്ങനെ ഒന്നിനെ പറ്റി പറഞ്ഞ് ഞാനോട് വിചാരിച്ചിട്ടില്ല. കാദ്യാനി ചേകനൂരിനൊക്കെ പറ്റി എന്നെ പറ്റി ഈ സംഘടന, ഈ സുന്നികൾ ഭാവികൾ വിട്ടാളെ, ഈ EKAP വിഭാഗത്തിൽപ്പെട്ട സുന്നി മൂല്യന്മാർ എന്നെ പറ്റി കാദ്യാനി ചേകനൂർ എന്ന് പറഞ്ഞാൽ നേരെ എൻ്റെ മയന എന്താണ്? കാബൂന്നല്ലേ? അങ്ങനെ പറയുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഹാങ്ങോറിൽ പെട്ടു. എന്തായി പറയുന്നത്? ഒരു മനുഷ്യന് ഗവേഷണം തരാൻ അധികാരമല്ലേ? ഞാൻ തീർന്നിട്ടില്ല. ഞങ്ങളെ മൂത്തടിക്കും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ തല താഴ്ത്തും, നിങ്ങൾ തല താഴ്ത്തേണ്ടി വരും. അത് നാളുണ്ടെങ്കിൽ തല താഴ്ത്തേണ്ടി വരും. എൻ്റെ ആയുധം തീർന്നിട്ടില്ല. എൻ്റെ ആയുധത്തിൻ്റെ 10% ഉൾപ്പെടുത്തില്ല. ഞാൻ ഇത്ര അങ്ങനെയൊക്കെ പറയണല്ലോ. സംഗതി അയാൾക്ക് പേച്ചതാവും. എന്നാലും അയാൾ നമ്മളൊരാൾ തന്നെയാണ്. അങ്ങനെ പറയണ്ടേ?
അത് കാഫറെന്ന് പറയാൻ പാടില്ലല്ലോ. കാഫറെന്ന് അറിയില്ലല്ലേ ഇതിനുണ്ടെന്നുണ്ട്. ഞാൻ ചേകനൂരാണ്. അല്ല അങ്ങനെയല്ല. ഖാദിയാനി ചേകനൂരിനൊക്കെ പറയുന്നതിനെ കളിപ്പിച്ച് മത്തായി തോമസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇസ്ലാം ശത്രു എന്നല്ല, അവൻ അന്യമതക്കാരനാണ്, അത്രേ ഉള്ളൂ. ഖാദിയാനി പറഞ്ഞ ഇസ്ലാം ശത്രുവല്ലേ, ചേകനൂർ പറഞ്ഞ ഇസ്ലാം ശത്രുവല്ലേ. അള്ളാഹു തന്നെ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെയാണ് എഴുതിയത്. ആരെഴുതിയ സുന്നികള് വഹാബികൾ മിണ്ടിയതുമില്ല. എന്തുകൊണ്ട് കൊണ്ടേണ്ട ആവശ്യമില്ല, ആരെന്നെ കൊണ്ടുണ്ട്. വഹാബികൾ പിന്നെ ലാസ്റ്റ് ഒന്ന് കുളം നിലക്കാൻ നോക്കി മലപ്പുറത്ത് എന്തൊരു പരിപാടി ഉണ്ടാക്കി, അത്രയേ ഉള്ളൂ. പിന്നെ അങ്ങനെയാണ് അത്. എന്തുകൊണ്ട് ലാസ്റ്റ് പിന്നെ ഒന്നുകൂടി ഇളക്കാൻ നോക്കിയേ ഉള്ളൂ. അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ദമ്മൊക്കെ കിട്ടി ദമ്മ് കഴിച്ച് പിന്നെ ഒന്ന് ഇളക്കുമല്ലോ. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഇന്ന് മരിക്കണമെങ്കിൽ ഇന്ന് എനിക്ക് ഇഷ്ടം ഈമാൻ കിട്ടി മരിക്കണമെന്നേ ഉള്ളൂ. എന്തുകൊണ്ട് മനുഷ്യൻ നന്നാവില്ല, നന്നാകുന്നില്ല, ഇന്നലേക്ക് നന്നാക്കാൻ സാധ്യതയില്ല. കാരണം അതിൻ്റെ കോലുണ്ടാവുമല്ലോ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കുട്ടി ചോദിക്കുകയാണല്ലോ, എന്ത് ആ കുട്ടി എഡ്യൂക്കേറ്റഡ്, ഞാൻ ആ കുട്ടീനെ എതിർക്കല്ലോ, ഞാൻ നമ്മളെ അറ്റ്മോസ്ഫിയർ പറയാ. അതെന്താ അവസ്ഥ? അങ്ങനെ ബുഖാരി മുസ്ലിമാണ് ഞാൻ പറഞ്ഞതെങ്കിൽ ആ ചോദ്യത്തിന് മയനുണ്ട്. എന്തുകൊണ്ട് ആ കുട്ടിക്ക് അറിയില്ല. അതേസമയത്ത് ഈ ലോകത്ത് നിന്ന് എന്നും ഈ ലോകത്തെ ഒന്നാമത്തെ നുണയും അവസാനത്തെ നുണയും എന്താണ്? പത്രമാണ്. പത്രത്തിന്റെ അത്ര നുണ ഈ ലോകത്തില്ല. പത്രം പക്ക നുണയാണ്. അതെല്ലാം അങ്ങനെയാണ്, എല്ലാം അങ്ങനെയാണ്. ഏത് പത്രം ഇപ്പൊ മനോരമ മാതൃഭൂമിയൊക്കെ നുണയാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടം. അപ്പൊ നിങ്ങൾ ബഹുമാനിക്കുന്ന ചില പത്രങ്ങളുണ്ട്, അവരെയും കൂടി ഞാൻ പറഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് ദേഷ്യവും. അതുകൊണ്ട് പേര് ഞാൻ പറയാനില്ല, മൊത്തത്തിലാണ് പറയാ. പെര കത്തി ചാമ്പലാകിയപ്പോൾ ഓടി കഴിഞ്ഞപ്പോൾ പള്ളിയൊക്കെ ഓടിയിട്ട് മുടിയോട് തെറിച്ചെടുത്ത്. അപ്പോ പുരക്കാരൻ പോയി പറഞ്ഞു, ഉസ്താദേ പുര കത്തി തീർന്നു പറഞ്ഞു. അപ്പോൾ മൂലിയരല്ലേ, മൂലിയരെന്നാ പൗതി അറബിയും പദ്യമല്ലാതല്ലേ പറയാ, കുല്ലും കത്തിയെന്ന് ചോദിച്ചു. അപ്പൊ മൂപ്പരെടുത്തേം ഒക്കെ ചോദിച്ച് ആകെ കത്തി തീർന്നിട്ട് പിന്നെ കുല്ലായിട്ട് വാക്കിയോ ചോദിച്ചു. മൂപ്പര് വിചാരിച്ചു എന്തോ ഒരു കൗക്കോല് പട്ടി പോലത്തെ സാധനമാണെന്ത് കുല്ലുന്ന, ആകെ കത്തി തീർന്നിട്ട് കുല്ലായിട്ട് വാക്കിയ ഉസ്താദേ എന്ന് പറഞ്ഞ മാതിരി ഈ ലോകത്തെ എല്ലാ പത്രവും നുണയാണ്. നുണയല്ലാത്തൊരു പാത്രം ഈ ഭൂമിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, ഇന്നലെ ഇറങ്ങിയിട്ടില്ല, മിഞ്ഞാന്ന് ഇറങ്ങിയിട്ടില്ല. നുണ മാത്രം. പത്രത്തിൽ നേര് എന്നത് ചരമകോള, അത് നേരാ. പിന്നെ പ്രാദേശിക വാർത്തകൾ, എന്ത് ഞെളിയമ്പറമ്പ് പോകുന്ന ബൈക്കുള്ള 6-ാം വാർഡിലെ ഇലക്ട്രിക് കമ്പി പൊട്ടി വീണു, അതൊക്കെ അത് നേരാ. നമ്മളെ അണക്കെട്ട് പൊട്ടി വെള്ളം മുഴുവൻ താഴേക്ക് പോയി, അത് നേരാ. അതിൻ്റെ അപ്പുറത്തേക്കുള്ള വാർത്ത മൊത്തം പറയാം. കാരണം ഇതാര് കൊടുക്കണം? റോയിട്ടർ കൊടുക്കണം. ഈ ലോകത്തെ പത്രം മൊത്തം നിയന്ത്രിക്കുന്നത് 6 ആളാണ്. മൊത്തം ആ 6 ആളെന്നാൽ ഒരാളാണ്. നിങ്ങൾ സാത്താൻ്റെ നവലോകക്രമം എന്നൊരു പുസ്തകമുണ്ട്, ആ പുസ്തകം ഒന്ന് വായിക്കും. ഏറ്റവും നല്ല പുസ്തകം വായിക്കും. സാത്താൻ്റെ എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഒരു എഫ്സ്റ്റീൻ ഫയൽസ് ഒന്നും വേണ്ടിയില്ല. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ പുസ്തകം വായിക്കും. പുസ്തകം എന്നാ ഇറങ്ങിയിട്ടുണ്ട്? സാത്താൻ്റെ നവലോകക്രമം എന്ന് എൻ്റെ പുസ്തകങ്ങൾ വായിക്കുക. പുസ്തകം ഉണ്ട്. പുസ്തകമൊന്നും കൊടുത്തില്ല, ആവശ്യക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ഇവിടെ പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ട് പുസ്തകം. നിങ്ങൾ ആ പുസ്തകം മാത്രം ഒന്ന് വായിക്കും. എഫ്സ്റ്റീൻ ഫയൽസ് നിങ്ങൾ പിന്നെ വായിക്കേണ്ടി വരില്ല. നുണയല്ലാത്തൊന്നും ലോകത്തില്ല, നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനീ പറയുന്ന പ്രശ്നം ഇതൊന്നല്ല. ഇപ്പൊ നിങ്ങളെ ബുദ്ധിയാണ് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ ശക്തമായ തിരിച്ചടി ഉണ്ടാവും ഇറാൻ പറഞ്ഞിട്ടുണ്ട്. എന്തുണ്ടാകാൻ ഇറാൻ എന്ത് കുന്തം കഴിയും? അതൊന്നും ആണെങ്കിൽ ഇറാൻ അവരുടെ ആത്മീയതാവ് നമ്മൾ രക്ഷിക്കല്ലേ വേണ്ട. അതിനെ എത്ര ഉള്ളൂന്നറിയാം. എല്ലാം കഴിഞ്ഞാൽ നമ്മുടെ പാപ്പാനെ അടിച്ചിട്ട് കൈ കൊടുക്കുമ്പോൾ മക്കളുണ്ടല്ലോ കാണിച്ചു തരാന്നറിയാം. കാണിച്ചു തരാൻ ഇങ്ങനെ അപ്പം തന്നെ കാണിച്ചു കൊടുക്കണ്ട്. പിന്നെ അവസാനം എല്ലാം കൂടി നശിപ്പിക്കുക, ഓടി നശിപ്പിക്കണം, അടക്കം എല്ലാം നശിപ്പിക്കും. ഇറാൻ ഇപ്പോൾ പറയുന്നു ഞങ്ങൾ തിരിച്ചടിക്കും. അതൊക്കെ സാധാരണയാണ്. ആ തിരിച്ചടി നടക്കൂല എന്നൊന്നും അത് പെട്ടെന്ന് നിൽക്കുന്നൊന്നും ഞാൻ ഈ പറഞ്ഞ അർത്ഥമല്ല. പക്ഷെ ഇവിടെ ഉണ്ടാവുന്നത് പകയാണ്. ഈ പക മുസ്ലിങ്ങൾക്കിടയിൽ വിഭാഗീയ പകയുണ്ടാകലാണ് ആരുടെ ലക്ഷ്യം? സയനിസ്റ്റുകളുടെ ലക്ഷ്യം. അപ്പോൾ ആ രാജ്യങ്ങൾ അശാന്തമാവും. ആ അശാന്തതയാണ് ഭയപ്പെടുന്നത്. അവർക്കിടയിൽ നീതി, ഇപ്പോൾ തന്നെ നീതിയില്ല, ഉള്ള നീതി നഷ്ടപ്പെട്ടു.
മനസ്സിനോട് പറഞ്ഞത് പക വന്നാൽ പിന്നെ നീതി ഉണ്ടാവില്ല. പറഞ്ഞ മനസ്സിലായി? പക ഉണ്ടായാൽ എന്തില്ല? പിന്നെ നീതിയില്ല. നീതിയില്ലെങ്കിൽ ഖുർആാനും ഇല്ല. ഖുർആൻ എന്തിനാ വന്നത്? തറാവീഹ് നിസ്കരിപ്പിക്കാൻ വേണ്ടി വന്നതല്ല. ഖുർആൻ എന്തിനു വന്നാണ്? നീതി അൽപ്പകം മാത്രം, വേറെ ഒന്നുമില്ല. ലഖദ് അർസൽനാ റസൂലനാ ബിൽ ബയ്യിനാത്ത് വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാൻ ലിയഖൂമ അന്നാസു ബിൽ ഖിസ്ത്. നമ്മൾ വേദഗ്രന്ഥങ്ങൾ ഇറക്കിയത് എന്തിനു വേണ്ടിയാണ്? ലിയഖൂമ അന്നാസു ബിൽ ഖിസ്ത്, ജനങ്ങൾ നീതിയോടെ വർത്തിക്കാൻ വേണ്ടിയാണ് എന്താക്കിയത്? വേദഗ്രന്ഥങ്ങൾ, ഖുർആൻ അടക്കമല്ല. അപ്പോൾ വേദഗ്രന്ഥങ്ങൾ ഭൂമിയിൽ വന്നത് നീതിക്ക് വേണ്ടിയാണ്. നീതിയാണ് ആവശ്യം. പക വന്നാൽ എന്തുണ്ടാവില്ല? നീതി ഉണ്ടാവില്ല. അനീതിയോ വീണ്ടും അനീതി ഉണ്ടാക്കും. അനീതിക്കൊരു പ്രശ്നമുണ്ട്. അനീതി പ്രസവിക്കും, നീതി പ്രസവിക്കൂല. അനീതി പ്രസവിക്കും. ഒരുത്തൻ അടിച്ചാൽ മറ്റവനെ വെട്ടും. തിരിച്ചടിക്കല്ലേ? പക വന്നാൽ പിന്നെ തമ്മിലടിക്കലൊക്കെ നമ്മളെ അങ്ങാടിയിലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടി മദ്യം പറഞ്ഞ് 2 ചായയും വാങ്ങി കൊടുത്ത് പിന്നെ സലാം പറഞ്ഞ് പിരിക്കും. അത് തീർന്നോടെ. അതേസമയത്ത് പകയായാലോ തീരൂല. ഒരുത്തൻ അടിച്ചാൽ മറ്റോ പിന്നെ വെട്ടും. ഇവിടെ ഒരാളെ വെട്ടിയാൽ പിന്നെ അടുത്തത് എന്താണ്ടാവുക? 2 ആൾ വെട്ടും. 2 ആൾ വെട്ടിയാൽ 4 ആൾ വെട്ടും. ഇതെന്തിന്റെ ഉൽപ്പന്നാണ്? അനീതി എന്തു കൊണ്ടുവരും? പക വീണ്ടും അനീതിയെ കൊണ്ടുവരും. ആ അനീതി വീണ്ടും അനീതിയെ കൊണ്ടുവരും. അനീതി വന്നു കഴിഞ്ഞു. അമ്പ്യാക്കളൊക്കെ വന്നത് എന്തിനു വേണ്ടിയാ? പറക്കുട്ടി, എന്തിനു വന്നു അമ്പ്യാക്കൾ? നീതിക്ക് വേണ്ടി മാത്രം. എന്തിനാണ്? അതാണ് ഇല്ലാതെയാവുന്നത്. അത് ചെറിയ മോശമല്ല. ചെറിയ മോശമല്ല. രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയെ കൊല്ലുക, ആ രാഷ്ട്രത്തെ തോൽപ്പിക്കാം. ആ രാഷ്ട്രത്തിലെ ഭരണാധികാരിയെ കൊല്ലാൻ പറ്റൂല. ഒരു തെരഞ്ഞെടുത്ത ഭരണാധികാരിയാണ്. പിന്നെ ആഭ്യന്തര കലാപം എവിടെ ഉണ്ടാക്കാം? അവിടെയൊക്കെ പുതിയ ആളെയും കിട്ടും. ഇത് കേവലം രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, ഭരണാധികാരി മാത്രമല്ല. ഇതാരാണ്? ആ നേതാവാണ്. അത് പകയായി പ്രസവിക്കും. ആ പക അവസാനിക്കൂല. കാരണം ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നിലും പ്രശ്നമല്ല. ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ആര്? ആത്മീയതാവ് മാത്രം. അവർക്ക് ഖുർആനും ഹദീസും നല്ല പ്രശ്നം ആരാണ്? നേതാവ് പ്രശ്നം. അവർക്ക് പ്രശ്നമാണ്. ഇങ്ങനെ നേതാവിന് വേണ്ടി ജീവിക്കുന്ന ഒരു ജനത ഷിയാക്കളെ പോലെ ഉണ്ടാവില്ല. ആത്മീയ നേതാവിന് വേണ്ടി ജീവിക്കുന്ന ഒരു ജനത ഷിയാക്കളെ പോലെ ലോകത്ത് വേറെ കാണാൻ കഴിയില്ല. അപൂർവമാണ്. അപ്പോൾ ബാക്കിയാണ്. അത് പമ്പ പ്രശ്നം. ആ പ്രശ്നം തന്നെയാണ് ഇവരുടെ ആവശ്യം. യുദ്ധല്ല, ഫിത്നയാണത്. ഇത് ഫിത്നയാണ്. ഫിത്ന ഉറങ്ങിക്കിടക്കുകയാണ്. ആരെങ്കിലും ഫിത്നയെ ഉണർത്തിയാൽ അവന്റെ മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടായിരിക്കും. കാരണം അത് അവസാനിക്കൂല. ഫിത്ന ഉണർന്നാൽ അവസാനിക്കൂല. ഇത് ഫിത്നയാണ്. നമ്മളിപ്പോ എന്താ പറയാൻ പറ്റൂല. എന്ന് പറഞ്ഞില്ലേ? എനിക്ക് ചോര കരയാൻ കഴിയുമെങ്കിൽ ഞാൻ ചോരയും കരയുമായിരുന്നു. ഭയങ്കര വിഷമാണ് ഇത്തരം കാര്യങ്ങൾ. കാരണം ഇതൊക്കെ ലോകത്ത് സമാധാനം നശിപ്പിക്കും. അതാണ് അവരുടെ ആവശ്യം. പ്രത്യേകിച്ച് ഇവരൊക്കെ ലക്ഷ്യം എന്താണെന്നറിയോ? അവരുടെ മാനം കയറിയിട്ടുണ്ട്. എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വന്നപ്പോൾ ഇനി ശ്രദ്ധ തിരിച്ചു വിടണം. ഇപ്പൊ ലോകത്തെ ശ്രദ്ധ അതാണ്. ശ്രദ്ധ തിരിച്ചു വിടണം. അതാണ് ഇത്ര പെട്ടെന്ന് ഉണ്ടാക്കിയത്. ഇവർ മാനം ഇവർക്കില്ല. ഉള്ള മാനവും കയറി. ഇനി ലോകത്തിന്റെ ശ്രദ്ധ അവർക്ക് തിരിച്ചുവിടണം. ഇതൊക്കെ കരുതിക്കൂട്ടി ചതികളാണ്. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചതിയാണ് ഇതൊക്കെ. മൊത്തം ചതിയാണ്. ജനങ്ങളെ കണ്ണൊക്കെ ചതിയാണ്. ഭയാനകമായ ചതികളാണ്. ഇതന്നെ അള്ളാഹു തന്നെ ഇതിനൊക്കെ പരിഹാരം ഉണ്ടായി. റബ്ബിനല്ലാതെ ഇതിനൊന്നൊരു പരിഹാരം ഉണ്ടാക്കാനോട്ട് കഴിയൂല്ല. റബ്ബിനോട് എല്ലാവരും ദുആ ചെയ്തോളി. ലോകത്തിൽ സമാധാനം ഉണ്ടാവാൻ. സമാധാനം ഉണ്ടായില്ലെങ്കിലും ഉണ്ടാകില്ലെങ്കിലും നിങ്ങൾക്ക് അത് ആഗ്രഹിച്ച പോലിട്ടല്ലോ. മുസ്ലിങ്ങളെ പൊതുകാര്യത്തിൽ ഒരാൾക്ക് വിഷമം തോന്നിയില്ലെങ്കിൽ അയാൾ മുസ്ലിങ്ങളിൽ പെട്ടവനല്ല. മല്ലം യഹ്തമ്മ ബി ഉമൂരിൽ മുസ്ലിമീന. കുട്ടികളെ എഴുതിച്ചോളി ഹദീസ്. മല്ലം യഹ്തമ്മ ബി ഉമൂരിൽ മുസ്ലിമീന ഫലൈസ മിൻഹും. മല്ലം യഹ്തമ്മ ബി ഉമൂരിൽ മുസ്ലിമീന ഫലൈസ മിൻഹും. മുസ്ലിങ്ങളുടെ പൊതുകാര്യങ്ങൾ ഒരാൾക്ക് വിഷയമായി തോന്നിയില്ലെങ്കിൽ ഫലൈസ മിൻഹും, അവൻ മുസ്ലിങ്ങളിൽ പെട്ടവനല്ല എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവന്റെ പ്രശ്നങ്ങൾ നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാർക്കൊക്കെ ക്ഷീണം വരും.
എല്ലാവർക്കും മിഡിൽ ഈസ്റ്റിൽ മൊത്തം വരും. അതെല്ലാം മതക്കാരെയും ബാധിക്കും, എല്ലാവരെയും ബാധിക്കും. ഇത് തമാശയല്ല, വലിയ ഒരു മതത്തിലും വിഭാഗത്തിലും മാത്രം പെടുന്നതല്ല. വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളുണ്ടാവും. പലതരം പ്രയാസങ്ങളുണ്ടാവും. ഇത് വലിയ പ്രശ്നമാണ്. ആത്മീയതയെ തൊടാൻ പാടില്ല. നെപ്പോളിയൻ ഈജിപ്തിലേക്ക് വന്നപ്പോൾ അസ്ഹർ ഷെരീഫ് നിർത്തി. 1799 നെപ്പോളിയൻ ഈജിപ്ത് ആക്രമിച്ചപ്പോൾ നെപ്പോളിയൻ എന്ത് ചെയ്തു? നെപ്പോളിയൻ അല്ല സത്യത്തിൽ അത് നിർത്തിയത്. ക്ലാപ്പർ എന്നത് അയാളുടെ സുപ്രീം കമാൻഡർ ആയിരുന്നു. ഈജിപ്തിലേക്കുള്ള പട്ടാളത്തിൻ്റെ സുപ്രീം കമാൻഡർ ആയിരുന്നു ക്ലാപ്പർ. ആരുടെ? നെപ്പോളിയൻ്റെ. 18-ാം നൂറ്റാണ്ടിൽ അവസാന ഭാഗം. പിന്നീട് ഫ്രാൻസിൽ ആഭ്യന്തര കലാപം ഉണ്ടായപ്പോൾ 1800-ന്റെ തുടക്കത്തിൽ നെപ്പോളിയൻ നേരിട്ട് പട നയിച്ചു വന്നതാണ്. പിന്നെ ക്ലാപ്പറെ ഇവിടെ നിർത്തിയിട്ട് നെപ്പോളിയൻ ഫ്രാൻസിലേക്ക് തിരിച്ചുപോയി. ക്ലാപ്പറാണ് ഇത് നിർത്തിയത്. അസ്ഹർ ഷെരീഫിലെ പഠനങ്ങളൊക്കെ ക്ലാപ്പർ നിർത്തി. ക്ലാപ്പർ ഒരു നിലക്ക് വർഗീയവാദിയാണ്. നെപ്പോളിയൻ വർഗീയവാദി എന്നല്ല, നെപ്പോളിയൻ ഒരു സത്യനിഷ്ഠയാണ്. നെപ്പോളിയനെ പറ്റി കഴിഞ്ഞ ഒരു പ്രസംഗം ഞാൻ കഴിഞ്ഞ കൊല്ലം നടത്തിയിട്ടുണ്ട് അല്ലേ? നെപ്പോളിയൻ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടല്ലോ. അലി ബോണപ്പാർട്ട് എന്ന പേര് സ്വീകരിച്ചാൽ മരിക്കുന്നത്. സെയിന്റ് ഹെലനാസ് ദ്വീപിൽ വെച്ച് മരിച്ചു. അയാളുടെ ചിന്തയുടെ വ്യതിയാനമായിരിക്കാം പിന്നീട് യൂറോപ്പ് അയാളുടെ മൊത്തത്തിനെതിരാകാൻ കാരണമെന്നൊക്കെ പല ചരിത്ര ചിന്തകന്മാർക്കും അഭിപ്രായമുണ്ട്. ഏതായാലും അസ്ഹർ ഷെരീഫിലെ പഠനം വരെ ക്ലാപ്പർ നിർത്തി. അപ്പോൾ അസ്ഹർ ഷെരീഫ് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കായ കൊല്ലം ദീനി പ്രബോധനം നടത്തുന്ന, ദീൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് അസ്ഹർ ഷെരീഫ്. അവിടുത്തെ പഠിപ്പ് നിർത്തി, അസ്ഹർ നിർത്തി. അത് മുസ്ലിങ്ങളെ ഭയങ്കര പ്രതികൂലമായി ചിന്തിപ്പിച്ചു. പിന്നീട് ക്ലാപ്പർ 1803 ഒരു തോട്ടത്തിൽ ക്ലാപ്പർ വിശ്രമിക്കുമ്പോൾ ഒരാള് പോയിട്ട് കുത്തിക്കൊന്നു. പക. മനസ്സിലായില്ല? പക. ആരോടുള്ള പക? ക്ലാപ്പറോട്. എന്തുകൊണ്ട് ക്ലാപ്പറോട് അങ്ങനെ പക ഉണ്ടായി? ക്ലാപ്പർ എന്ത് നിർത്തി? അസ്ഹറിലെ പഠിപ്പ് നിർത്തി. ഇന്നിപ്പോൾ നമ്മളെ ഒരു കോളേജിലെ പഠിപ്പ് നിർത്തുമ്പോൾ നമ്മളെ വിഷമം എത്രയാണ്? നമ്മളെ അന്നം റേഷൻ കിട്ടിയിട്ടില്ലെങ്കിലും അന്നം റേഷൻ കൂടി പള്ളിയിൽ ദർസ് കണ്ട അല്ലെങ്കിൽ പള്ളിയിൽ നിസ്കരിക്കാൻ പാടില്ല പറഞ്ഞാൽ അവിടെ നമ്മളെ സഹിക്കാൻ കഴിയില്ല. റേഷൻ വെട്ടിയാലും പ്രശ്നമില്ല. അങ്ങനെ തന്നെയല്ലേ? അത് നമുക്ക് സഹിക്കാൻ കഴിയില്ല. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ നിലനിൽപ്പിനെ എന്തുമ്മലാണ്? ദീനി വിജ്ഞാനമാണ്. വിജ്ഞാനം അല്ലെങ്കിൽ ജീവിക്കാൻ മുസ്ലിമിന് കഴിയില്ല. അത് നിർത്തിയാൽ ആ പക ക്ലാപ്പറെ കുത്തിക്കൊന്നു. അതായത് ക്ലാപ്പർ എന്നാൽ അവരുടെ ഈജിപ്തിലേക്കുള്ള സൈന്യത്തിന്റെ സുപ്രീം കമാൻഡറാണ് ക്ലാപ്പർ. അപ്പൊ അയാൾക്ക് എത്ര ബോഡി ഗാർഡ് ഉണ്ടാവും? ഈ ബോഡി ഗാർഡിനെയൊക്കെ മറികടന്ന് തോട്ടത്തിൽ വിശ്രമിക്കുമ്പോൾ ഒരു മനുഷ്യൻ തോട്ടത്തിലേക്ക് നുഴഞ്ഞ് കയറിയിട്ട് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഉടുമ്പ് എഴയും പോലെ എഴഞ്ഞു പോയിട്ടാണ് കൊന്നത്. ആരെ? ക്ലാപ്പർ. കാരണം പക. ഇതാണ് പക. ഈ ആത്മീയതയെ തൊട്ടൊക്കെ പക ഉണ്ടാവും. ആ പക അവസാനിക്കൂല. അത് വേറെ സാധാരണ നിസ്സാര സംഭവമല്ല. അത് ഭയങ്കര അത് ഭയങ്കര. ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഒരു ആൾ കല്ലെടുത്തെറിഞ്ഞാൽ, ആര് കല്ലെടുത്തെറിഞ്ഞാലും അതിൽ പ്രശ്നം ഉണ്ടാവുമല്ലേ? ഉണ്ടാവുമല്ലോ. ഒരു കളിക്കളത്തിൽ കല്ലെടുത്തെറിയാലും തല്ലുണ്ടാക്കലും പ്രശ്നമല്ല, ദിവസം ഉണ്ടാകുന്നതാണ്, പ്രശ്നമല്ല. അതേസമയത്ത് ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഒരാൾ കല്ലെടുത്തെറിഞ്ഞു, പൊന്നാനി പള്ളിക്ക് ഒരാൾ കല്ലെടുത്തെറിഞ്ഞു, അത് പ്രശ്നമല്ല. തിരുവങ്ങാടിയിലെ മുദരിസാണ് ആലി മുസ്ലിം. തിരുവങ്ങാടി ബ്രിട്ടീഷ് പട്ടാളം പറഞ്ഞു എന്നതാണ് മലബാർ കലാപത്തിന്റെ അടിസ്ഥാന കാരണം. തിരൂരങ്ങാടി പള്ളിയിലെ മുദരിസാണ് ആര്? ആലി മുസ്ലിം. തിരുവങ്ങാടി പള്ളി മുദരിസാണ്. തിരുവങ്ങാടി പള്ളി ബ്രിട്ടീഷ് പട്ടാളം വളഞ്ഞു എന്ന് കേട്ടപ്പോൾ ജനം അങ്ങോട്ട് ഒഴുകി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു പഴയ 10-90 വയസ്സുള്ള ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മഞ്ചേരി നെല്ലിക്കുത്തും പൂക്കോട്ടൂരും ഒക്കെ ഉള്ള ആളുകൾ കഞ്ഞി രാവിലെ പണിക്ക് പോയിട്ട്, അത് പണി പാടത്തു പറമ്പിൽ പണിയാണ് അന്നത്തെ, പണിക്ക് പോയിട്ട് 9 മണിക്ക് ഒരു ചെറിയ കഞ്ഞി കുടിക്കാൻ വേണ്ടി വരും. ആ കഞ്ഞി കുടിക്കാൻ വരുമ്പോൾ കിട്ടുന്ന വിവരമാണ് റോട്ടുമ്മ കൂടി ആരോ വിളിച്ചു പറഞ്ഞു പോകുന്നുണ്ട്. എന്ത്? ആലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷ് പട്ടാളം. തിരുവങ്ങാടി പള്ളി വളഞ്ഞു പറഞ്ഞപ്പോൾ ചില മനുഷ്യന്മാർ, ആ കഞ്ഞിന്റെ മുന്നിൽ ഇരിക്കുന്ന മനുഷ്യന്മാർ, ഇനി ഈ കഞ്ഞി എനിക്ക് ഹറാമാണ് എന്ന് പറഞ്ഞ് കഞ്ഞിന്റെ പാത്രം നീക്കി വെച്ചോടി. അതിൽ 90% പിന്നെ തിരിച്ചു വന്നില്ല. അതുപോലെ ബ്രിട്ടീഷ് പട്ടാളം കൊന്നു. ഇത് ആത്മീയതയെ തൊടലാണ്. വായ മുതലേ പിടിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. ആരെ പിടിച്ചു? ആലി മുസ്ലിയാർ ആത്മീയതാവാണ്, അപ്രശ്നമാണ്.
അതൊന്നല്ല ഷിയാക്കളെന്ന് വെച്ചിട്ടോ. ഷിയാക്കള ആത്മീയ നേതാവ് പറഞ്ഞാൽ അവർക്ക് വേദം തന്നെയാണ് പറയുന്നത്. ഇവിടെ പ്രശ്നം അതാണ് ഞാൻ ഭയപ്പെടുന്നത്. നിങ്ങൾ അടുത്ത് വേഗം ഒരു ക്ലാസ് ഒരു നടക്കും. എന്ത് കാസിമി ഷിയാണെന്ന് വീണ്ടും ബോധ്യപ്പെട്ടു. കാരണം അയാൾക്ക് കലി കമ്മിയാക്കുന്നത് അയാൾക്ക് സഹിച്ചില്ല. അടുത്തൊന്നും ഈ പ്രശ്നം തീരില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പകയാണ്, പക ഉണ്ടാക്കും. ഒരിക്കലും ആത്മീയതയെ തൊട്ട് കളിക്കരുത്, അത് പക ഉണ്ടാക്കും. ഇന്ത്യ രാജ്യം എന്തുകൊണ്ടാണ് കോൺഗ്രസ് നഷ്ടപ്പെട്ടു പോയത്? കോൺഗ്രസ് നഷ്ടപ്പെടുത്തിയതാണ്. കോൺഗ്രസിന് പെട്ടെന്ന് തിരിച്ചു വരാനും കഴിയില്ല. എന്താ കാരണം? കോൺഗ്രസ് നഷ്ടപ്പെടുത്തിയതാണ്. ഇന്ത്യ രാജ്യം കോൺഗ്രസ് നഷ്ടപ്പെടുത്തിയതാണ്. എന്താ കാരണം? എന്താ കാരണം? ബാബരി മസ്ജിദിൽ വർഗീയവാദികൾ കയറിയപ്പോൾ കോൺഗ്രസ് നിർവികാരായി നോക്കുന്നു. അതന്നെ പ്രശ്നം. അത് പ്രശ്നമാണ്. അത് ആത്മീയതയിൽ തൊടലാണ്. അത് തൊടലാണ്. എന്തിന്? ഇപ്പോൾ ഒരു അമ്പലത്തിൽ ഒരു വിഭാഗം ആളുകൾ അരച്ചു കയറിയപ്പോൾ BJP സർക്കാർ നോക്കിയെന്ന് സങ്കല്പിക്കുക. ആ സർക്കാർ പിന്നെ മുന്നോട്ട് കഴിയില്ല. ഇത് ഏത് വിഭാഗത്തിന് ആത്മീയതയിൽ തൊടാൻ പാടില്ല. ഞാൻ പറഞ്ഞ BJP എന്ന് പറഞ്ഞ ഹൈന്ദവ മെജോറിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു സംഘടനയല്ലേ. ഞാൻ ആ സംഘടന നിഷേധിക്കുന്നില്ല. മുസ്ലിങ്ങൾക്ക് സംഘടിക്കാൻ അവകാശമുണ്ടെങ്കിൽ ഹിന്ദുക്കൾക്ക് സംഘടിക്കാൻ അവകാശമുണ്ട്. ഞാൻ എന്നെതിരല്ല, ഞാൻ BJPക്ക് പോലും എതിരല്ല. അത് മനുഷ്യർക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുമ്പോഴാണ് പ്രശ്നം. അപ്പൊ നിങ്ങൾ ഇത് തമാശയല്ലേ? ഭയങ്കര പ്രശ്നം. ഞാൻ ഇത് പറയാൻ വന്നതല്ല, പക്ഷെ ഞാനിത് പറഞ്ഞു പോകാൻ എൻ്റെ മനസ്സിൻ്റെ വേദനയായി പറയുന്നത്. ഇതൊന്നും അവസാനിക്കണം. നമ്മൾക്ക് വെട്ടികളായി പോയതാണ്. നിങ്ങൾ പറഞ്ഞു ആത്മീയതയിൽ ഒരാൾ തൊടരുത്. ആത്മീയതയിൽ തൊടാനേ പാടില്ല. ആത്മീയതയിൽ തൊട്ട പ്രശ്നമുണ്ടോ? അപ്പോൾ ആ പ്രശ്നം അവസാനിക്കൂല. ഞാൻ പറഞ്ഞേക്കോ 1992 പ്രശ്നം. കോൺഗ്രസ് പിന്നെയും ഭരിച്ചിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് അധികാരം നഷ്ടപ്പെടുത്തി. കോൺഗ്രസിന് അതിനെ പെട്ടെന്ന് തിരിച്ചു കിട്ടുകയുമില്ല. അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട. കാരണം കോൺഗ്രസ് അതായത് അവർ അത് എല്ലാ നിഷ്പക്ഷവാദികളും ഇതിനെതിരായിരിക്കും. കാരണം ആത്മീയതയെ തൊടാൻ പാടില്ല. ഇന്ത്യൻ മനസ്സാണ് പൊതുവെ നിഷ്പക്ഷ മനസ്സാണ്. കരുതിക്കുട്ടി BJP അധികാരം നേടിയതല്ല, കോൺഗ്രസ് അധികാരം നഷ്ടപ്പെടുത്തിയതാണ്. അപ്പൊ പിന്നെ സ്വാഭാവികമായി ആർക്ക് കിട്ടി? BJP കിട്ടിയ അധികാരമേ ഉള്ളൂ. BJPയുടെ മനസ്സല്ല ഇന്ത്യൻ മനസ്സ്. അതും ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയിലെ ഭൂരിപക്ഷം ഹിന്ദുക്കളുടെ മനസ്സ് BJP മനസ്സല്ല. അങ്ങനെ നമ്മൾ വിചാരിക്കേ വേണ്ട. BJP അധികാരത്തിൽ കൊല്ലങ്ങൾ എത്ര കഴിഞ്ഞു, ഇപ്പോഴും ജനങ്ങൾ നിഷ്പക്ഷമായി നിൽക്കല്ലേ. എന്തൊക്കെ വർഗീയത കളിക്കാൻ നോക്കി അല്ലേ? അങ്ങനെ തന്നെയല്ലേ? പ്രഭാഷണം മധ്യ ഒരു പള്ളിയിലെ ഉസ്താദ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അനുകൂലമായി പറഞ്ഞപ്പോൾ എത്ര ഹൈന്ദവ സഹോദരങ്ങളാണ് അതിനെ സ്വാഗതം ചെയ്തത്. കാരണം മനുഷ്യരുടെ മനസ്സ് ധ്രുവീകരണം ഉണ്ടാകരുത്. എല്ലാ മതങ്ങളും യോജിച്ചു പോകണം. എല്ലാത്തിനെയും ആത്മീയത തന്നെയാണ്. ഇപ്പൊ ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞാൽ ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ആത്മീയമായ അവരുടെ ഒരു കർമ്മമാണ്. മനസ്സിലാകാൻ പറഞ്ഞ അതിനൊക്കെ അതിന്റെ വില കൊടുക്കേണ്ടതുണ്ട്. അതിന്റെ വില കൊടുക്കണം. അതൊരു വിഭാഗത്തിന്റെ ആത്മീയമായ അവരുടെ ആത്മീയ ചൈതന്യത്തിന്റെ ഊർജ്ജമാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് വിശ്വസിക്കുന്ന ലക്ഷക്കണക്കായ ആളുകൾ കേരളത്തിലും തമിഴ്നാട്ടിലുണ്ട്. അപ്പൊ അതിന് അവര് വരുന്ന ആളുകൾക്ക് വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കണം എന്നൊരു പള്ളിയിലെ ഉസ്താദ് പറഞ്ഞു. ആര് എന്ത് എവിടെ നിന്നല്ല അതിന്റെ പിക്കും ഇതൊന്നല്ല ഞാൻ പറയണത്. പറഞ്ഞല്ലോ. അപ്പൊ എത്ര ആളുകളാണ് സ്വാഗതം ചെയ്ത്? സ്വാഗതം ചെയ്യും വേണം. എന്തുകൊണ്ട്? മനസ്സൊക്കെ എപ്പോഴും എല്ലാവരുടെയും ഇതൊന്നും ഉണ്ടാവരുത് എന്ന് വിചാരിക്കുന്നതിന് മനസ്സാണ് പൊതുവെ ഇന്ത്യൻ മനസ്സ്. അതിനെ നശിപ്പിച്ചു. ആര് നശിപ്പിച്ചു? മാതൃഭൂമിയാണ്. മാതൃഭൂമി ഏറ്റവും കൂടുതൽ വേദനാജനകമായ റിപ്പോർട്ടുകൾ അന്ന് പ്രസിദ്ധീകരിച്ച മാതൃഭൂമിയാണ്. മാതൃഭൂമി എന്ന് പറഞ്ഞത് ഒരു ഹൈന്ദവ തറവാടിന്റെ പത്രമാണല്ലോ. 1992 ബാബരി മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട് ഏറ്റവും വേദനാജനകമായ റിപ്പോർട്ടുകളും എഡിറ്റോറിയലും എഴുതിയത് ആരാണ്? ഇന്ത്യ രാജ്യത്ത് ശേഷിക്കുന്ന കറുത്ത പാട് അന്ന് എഴുതിയത് മാതൃഭൂമി എഴുതിയത്. മാതൃഭൂമി മുസ്ലിം പത്രമല്ലല്ലോ. അത് ഒരു എന്താണ് ഒരു ഹൈന്ദവ തറവാട്ടിലെ പത്രമല്ലേ മാതൃഭൂമി. പക്ഷെ അവർക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? ഇന്ത്യ മനസ്സ് വർഗീയല്ല. കോൺഗ്രസ് കരുതിക്കൂട്ടി ഇന്ത്യയെ നഷ്ടപ്പെടുത്തി. കോൺഗ്രസിന് പെട്ടെന്ന് തിരിച്ചു വരാൻ കഴിയുമെന്ന് കോൺഗ്രസ് വിചാരിക്കാനുണ്ട്. കാരണം നഷ്ടപ്പെടുത്തിയതാണ്. എന്ന് നഷ്ടപ്പെടുത്തി? 1992 നഷ്ടപ്പെടുത്തി. എന്തുകൊണ്ട്? ആത്മീയതയിൽ തൊടാൻ പാടില്ല.
അത് ഉഭയകക്ഷി ചർച്ചകളിലൂടെ പെട്ടെന്ന് പരിഹരിക്കണമായിരുന്നു. പക്ഷേ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് ഉയരാൻ അന്ന് കോൺഗ്രസിന് കഴിഞ്ഞില്ല. കുറ്റവാളിയായ വ്യക്തി അന്ന് പ്രധാനമന്ത്രിയായിരുന്നു നരസിംഹറാവു. അന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു കുറ്റവാളിയായ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ ചൈതന്യം നശിപ്പിച്ചത് അയാളാണ്. ഞാനിവിടെ പറഞ്ഞു കൊണ്ടുവരുന്നത് നിങ്ങൾ ഗൗരവമായി ചിന്തിക്കണം. ആത്മീയതയെ തൊട്ട് കളിക്കാൻ പാടില്ല. അത് വേദനാജനമാണ്. അതാരുടേതാണെങ്കിലും വേദനാജനകമാണ്. എല്ലാവരെയും ആത്മീയതയിൽ ബഹുമാനിക്കണം. ആത്മീയ നേതാക്കളെ ബഹുമാനിക്കണമല്ലോ. ആത്മീയ നേതാക്കളെ ബഹുമാനിക്കണം. മുസ്ലിം ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ കാലത്ത് മുസ്ലിം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ മുസ്ലിം ലോകത്ത് ഈ നൂറ്റാണ്ടിൽ മരിച്ചുപോയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്, ആത്മീയ നേതാവാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് നാസിം ഹഖാനി. അദ്ദേഹം പോപ്പിനെ കാണാൻ പോയൊരു സംഭവം ഉണ്ട്. പോപ്പിനെ കാണാൻ പോയി. അതായത് മുസ്ലിം നേതാവാണ്. ഇവർ തമ്മിൽ കാണിച്ച ബഹുമാനം, ഏറ്റവും കൂടുതൽ ബഹുമാനം കാണിച്ചത് നാസിം ഹഖാനിയാണ്. അദ്ദേഹം മുസ്ലിം ലോകത്തെ ഒരു കറകളഞ്ഞ നേതാവാണ്. നക്ഷബന്ദി ത്വരീഖത്തിന്റെ ഷെയ്ഖാണ് ആര്? നാസിം ഹഖാനി. അദ്ദേഹത്തിന്റെ മകൻ ആദിൽ ഹഖാനിയാണ് ഇപ്പോൾ നക്ഷബന്ദി ത്വരീഖത്തിന്റെ ഷെയ്ഖ്. അദ്ദേഹം പോപ്പിനെ കാണാൻ പോയൊരു സംഭവമുണ്ട്. പോപ്പിന്റെ മുന്നിൽ തല താഴ്ത്തി നിന്ന് പോപ്പിനെ ബഹുമാനിച്ച പോകുന്നത് എന്തുകൊണ്ട്? അൻസിലിനാസമനാസിലവും ആ വിഭാഗത്തിന് ആത്മീയ നേതാവാണത്. അവരെ ബഹുമാനിക്കൽ ഒരു മുസ്ലിമിന്റെ കടമയാണ്. ഒരു മുസ്ലിമിന്റെ കടമയാണ്. അപ്പോൾ ആ ബന്ധം ഊട്ടിയുറപ്പിക്കും. അതുകൊണ്ട് എന്താ ഉണ്ടായത്? നന്മ മാത്രം. മനസ്സിലായില്ല? നാസിം ഹഖാനി പോപ്പിനെ കണ്ടപ്പോൾ തല താഴ്ത്തി ബഹുമാനിച്ച് വളരെ വിനയത്തോടെ സംസാരിച്ച് അവർക്കിടയിൽ വലിയൊരു ബന്ധം ഉണ്ടാക്കിയത് കൊണ്ട് എന്തുണ്ടായി? എന്തായാലും ഉണ്ടായത് നന്മ മാത്രം. എന്താണ് നന്മ? കാത്തലിക് ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തൊരു മെജോറിറ്റി വിഭാഗമാണത്. അവരും മുസ്ലിങ്ങളും തമ്മിൽ ഉള്ള ബന്ധം ഒന്നുകൂടെ ശക്തായി. അതേ സമയത്ത് ഒരു ക്രിസ്ത്യാനിയായ രാഷ്ട്രീയ നേതാവിനെ അങ്ങനെ ബഹുമാനിച്ചോണമെന്നില്ല. തിരിഞ്ഞിട്ടില്ല. ഒരു ക്രിസ്ത്യാനിയായ രാഷ്ട്രീയ നേതാവിനെ അങ്ങനെ, ഒരു മുസ്ലിമായ രാഷ്ട്രീയ നേതാവിനെയോ ഒരു ഹിന്ദുവായ രാഷ്ട്രീയ നേതാവിനെയോ മുസ്ലിമായ രാഷ്ട്രീയ നേതാവിനെയോ പോലും ക്രിസ്ത്യാനിയായ രാഷ്ട്രീയ നേതാവിനെ പോലും നാസിം ഹഖാനെ പോലെയുള്ള ആത്മീയതയിൽ മുങ്ങിക്കുളിച്ച മനുഷ്യൻ ബഹുമാനിക്കൂല. എന്തുകൊണ്ട്? മുലൂക്കിനെ ബഹുമാനിക്കേണ്ട ആവശ്യം പണ്ഡിതനില്ല. അതേസമയം അതല്ല. ഈ മനുഷ്യൻ ആരാണ്? ആത്മീയതാവാണ്. ആത്മീയതയിൽ തൊട്ടാൽ മനുഷ്യൻ മാത്രമില്ലാകിലും ആത്മീയതയെ പരസ്പരം ബഹുമാനിച്ചാൽ സ്വീകരിക്കും. തലശ്ശേരി എന്താ പറയാ, ശ്രീനാരായണ ഗുരുസ്വാമികൾ വന്ന ഒരു ചരിത്രം എന്നോട് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. എവിടെയാന്ന് എനിക്ക് ഓർമ്മയില്ല, ഏതായാലും വായിച്ചിട്ടുണ്ട്. അപ്പോൾ തലശ്ശേരി വന്നപ്പോൾ പറഞ്ഞു ഇച്ചാമസ്ഥാൻ വരട്ടെ എന്നാണ്. അങ്ങനെ ഇച്ചാമസ്ഥാൻ വന്നിട്ടാണ് ശ്രീനാരായണ ഗുരുസ്വാമികൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങിയതെന്ന ചരിത്രം. അതിൽ ബന്ധമാണ്. രണ്ട് മതമാണ്, പക്ഷെ ബന്ധം പോകും. അതുകൊണ്ട് എന്തുണ്ടാവും? സമൂഹത്തിനിടയിൽ ഭയങ്കര ബന്ധം ഉണ്ടാവും. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? അതാണ് വലിയ കാര്യം, ചെറിയ കാര്യമല്ല. ശ്രീനാരായണ ഗുരുസ്വാമികൾ SNDPയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈഴവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മൊത്തത്തിൽ ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നവോത്ഥാന പുരുഷനാണ് ആര്? ശ്രീനാരായണ ഗുരുസ്വാമികൾ. ഇച്ചാമസ്ഥാന മലബാറിലെ സൂഫികളാണല്ലോ അക്കാലത്ത് 99%. സുന്നി സൂഫികളെ മൂല്യന്മാർക്കും എല്ലാമാർക്കും ജനങ്ങൾക്കും ഒരു പ്രധാനപ്പെട്ട ആളാണ് ആര്? ഇച്ചാമസ്ഥാൻ. അപ്പൊ തലശ്ശേരി വന്ന് ട്രെയിനിൽ വന്നിട്ട് അവിടെ നിന്നു. ഇച്ചാമസ്ഥാൻ വന്നാലേ പോരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇച്ചാമസ്ഥാൻ വന്നിട്ട് കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ ചിത്രം രണ്ട് ഇവർക്ക് തമ്മിൽ ബന്ധം ഉണ്ടായപ്പോൾ ഈ ബന്ധം ആർക്കിടയിൽ ഉണ്ടായി? ആർക്കിടയിലുണ്ടായി? ഈഴവരും മുസ്ലിങ്ങൾ തമ്മിൽ ഏറ്റവും ചുരുങ്ങിയത് ഈഴവർ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിലെ ഏറ്റവും പ്രബല വിഭാഗമാണേത്? ഈഴവ സമൂഹം. ആ ഈഴവരും മുസ്ലിങ്ങൾ നമ്മുടെ ബന്ധം ശക്തവും സുദൃഢമായി. മനസ്സിലാണ്ട് പറഞ്ഞേ? ഇത് നഷ്ടപ്പെട്ടു പോയ പ്രശ്നമാണ്. നമ്മൾ കണ്ടതിനെ മുഴുവൻ നമ്മൾ മാത്രം ചിന്തിക്കരുത്. വളരെ വലിയ ദുരന്തമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. വലിയ ദുരന്തം. അല്ലെങ്കിൽ ഈ 2026 പൊതുവെ എനിക്ക് പേടിയാണ്. പണ്ടേ എനിക്ക് പേടിയാണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നഷ്ടങ്ങളും ആപത്തുകളുള്ള കൊല്ലായി ഈ കൊല്ലം.